പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 10 ആഗസ്റ്റ് 2026 തിങ്കളാഴ്ച. ഇന്ന് 593-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഈ വർഷത്തിലെ 222-ാമത്തെ ദിവസമാണ് നമ്മൾ ജനുവരി തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഈ ആരാധന വർഷത്തിലെ 41-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ഇന്നത്തെ ഞായറാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടാര പെരുന്നാളിന് ശേഷം 1-ാം ഞായറാഴ്ച ആണ്. ഇന്ന് ഞാൻ ഈ എപ്പിസോഡ് ഇടാൻ കാരണം, ഇന്നലെ ഈ എപ്പിസോഡ് ഇടാൻ മറന്നുപോയി. അതിന് പകരം വേറെ ഒരു വിഷയത്തിൽ ആണ് ഞാൻ പ്രഭാതവചനം അപ്ലോഡ് ചെയ്തത്. അത് ചൂനോയ നോമ്പ് 9-ാം ദിവസം. എന്താണ് നോമ്പ്, എന്താണ് വിശപ്പ് എന്നത് ആയിരുന്നു ഇട്ടത്. ഇന്ന് ഇത് ഇടുവാൻ കാരണം, ഇന്നലത്തെ വിശുദ്ധ കുർബാനയിൽ എവങ്കേലിയോൻ മേശയിൽ നാം വായിച്ചു കേട്ടതായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വേദഭാഗമാണ് നാം ശ്രവിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ഈ പ്രബോധനങ്ങളിൽ ധാരാളം ഉപമകൾ ഉൾക്കൊള്ളിച്ചിരുന്നതായിട്ട് നമുക്ക് 4 സുവിശേഷങ്ങളും വായിക്കുമ്പോൾ അതിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. കൃഷി ജീവിതമാർഗമായിരുന്ന സമൂഹത്തോട് സംസാരിക്കുമ്പോൾ വിധക്കാരൻ്റെ ഉപമയും കാണാതെ പോയ ആടിനെ പരാമർശിച്ചും സംസാരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കേൾവിക്കാരെ ഏറെ സഹായിച്ചിരുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇന്നലെ എവൻഗേലിയോനിൽ ഒരു ഉപമ പറഞ്ഞ് ഒരു ചോദ്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നാമത്തവന് ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് അവനോട് ഈ അപ്പൻ പറയുന്ന ഭാഗമാണ്. മറുപടിയായി എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് അനുസരിച്ച് അവൻ പോയി വേല ചെയ്തു. രണ്ടാമത്തവനോ അപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും അവൻ പോയില്ല. ഈ 2 പേരിൽ അപ്പൻ്റെ ഇഷ്ടം ചെയ്തത് ആര് എന്ന് യേശു ചോദിക്കുന്നു. മറുപടിയിൽ അവർ ആദ്യത്തെ മകനെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവീൻ എന്ന ആഹ്വാനത്തിന് 2 പ്രതികരണങ്ങൾ ആണ് ഉള്ളത്. ഒന്നാമത്തത് മുന്തിരിത്തോട്ടത്തിലെ വേല എന്നത് സഭയിലെ പ്രവർത്തനമെന്ന് ആണ് നാം ചിന്തിക്കേണ്ടത്. രണ്ടാമത്തത് മനുഷ്യർ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ആണ്. അടുത്തത് 2 മക്കൾ 2 തരത്തിലുള്ള വ്യക്തികളെ സൂചിപ്പിക്കുന്നു. എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞവൻ പിന്നീട് അനുദപിക്കുകയും മുന്തിരിത്തോട്ടത്തിലേക്ക് പോവുകയും ചെയ്തു. ഗ്രീക്ക് ഭാഷയിൽ മെറ്റനോയിയ എന്ന പദം ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാനസാന്തരത്തെ കാണിക്കുന്നു. എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ മകൻ ചുങ്കക്കാരനെയും വേശ്യമാരെയും സൂചിപ്പിക്കുന്നു. അവർ പരസ്യമായി കുറ്റം വിധിക്കപ്പെടാവുന്ന കുപ്രസിദ്ധ പാപികളാണ് എന്നും നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ സുവിശേഷം കേട്ട് അനുദപിച്ച് അവർക്ക് മാനസാന്തരമുണ്ടായി, ദൈവകൽപ്പന അനുസരിച്ചു. എന്നാൽ പോകാമെന്ന് പറഞ്ഞ മകൻ പോയില്ല. അവൻ പ്രവർത്തനത്തിൽ താല്പര്യം ഇല്ലാത്തവൻ ആയിരുന്നു. പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നുവെന്ന് നമ്മുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മകന്റെ പെരുമാറ്റം പരീശന്മാരുടെ സ്വഭാവത്തെ വരച്ചു കാണിക്കുന്നു. അവർ അവരുടെ പ്രാർത്ഥനകളിലും സ്തുതിപ്പുകളിലും ദൈവത്തെ ഏറ്റവും ബഹുമാന്യമായി നാമം നൽകുന്നു. ദൈവവേലയ്ക്കുള്ള തീഷ്ണതയും സന്നദ്ധതയും പരസ്യമായി പ്രസ്താവിക്കുന്നു. എങ്കിലും അതൊരു തൊഴിൽ മാത്രമായി അവശേഷിക്കുന്നതായി നമുക്ക് ഏവർക്കും അറിയാം. അവർ സുവിശേഷം കേട്ട് അനുദപിച്ചില്ല. അവർക്ക് മാനസാന്തരം ഉണ്ടായില്ല. ദൈവകൽപ്പന അനുസരിച്ചു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നു, എന്നാൽ പ്രവൃത്തിയിൽ ഇല്ലായിരുന്നു. മേൽപ്പറഞ്ഞതായ ഈ 2 മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം കാണേണ്ടതായ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് അനുതാപം ഉള്ളവരായിരിക്കണം. അതായത് നമ്മൾ ഓരോരുത്തരും അനുതാപം ഉള്ളവരായിരിക്കണം. രണ്ടാമത്തേത് മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പന അനുസരിക്കണം. നാം അനുസരിക്കണം. മൂന്നാമത്തേത് നാം ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ഉത്സാഹിക്കണം. നാം
ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ഉത്സാഹിക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, ചുങ്കക്കാരനും വേശ്യകളും അവനെ വിശ്വസിച്ചു, അനുദപിക്കുകയും ചെയ്തു, അവർക്ക് രക്ഷയുണ്ടായി. എന്നാൽ നിങ്ങളോ, അതായത് പരീശന്മാർ, അനുദപിച്ചില്ല. നാം ഈ രണ്ട് മക്കളിൽ ആരായിരിക്കുന്നു എന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ മൂത്ത മകനെ പോലെ അനുദപിക്കുകയും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി അവനെ സേവിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചതായ വഴിയിലൂടെ യാത്ര ചെയ്യുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളെ ദൈവം ക്ഷമിക്കും. എന്നാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തെ ക്ഷമിക്കുക എന്നത് അസാധ്യമല്ല. അപ്പോൾ നാം ശരിയായ രീതിയിൽ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് നാം അവങ്കിലേക്ക് തിരികുകയും ആ അറിഞ്ഞുകൊണ്ട് ചെയ്തതായ പാപം പിന്നീട് ആവർത്തിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.